തോടൊക്കെ ഇത് പൊളിച്ചെടുക്കട്ടെ. പപ്പടം എടുക്കാം. ഞാൻ ഒരു 10 എടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതേപോലെ ഓരോ കഷ്ണങ്ങളായിട്ട് മുറിച്ചുകൊണ്ട് മാറ്റാം. ഇതേപോലെ കൊണ്ട് മുറിച്ച് വെക്കാം. ഈ കോഴിമുട്ട എടുക്കാം. ഇതിൻ്റെ ഉണ്ണി ഞാൻ എടുക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരു ചീനിച്ചട്ടി അങ്ങോട്ട് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പപ്പടം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കോരിയെടുക്കുക. ബാക്കിയോടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതെന്ത് കുറച്ചെണ്ണ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കും. നമുക്ക് അടുപ്പ് ഒന്നുകൂടെ കത്തിക്കാം. ഈ എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുന്ന ഈ കടായി അങ്ങോട്ട് വെക്കാം. അല്പം കടുക് ഒന്നിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2-3 പച്ചമുളക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. 2-3 വറ്റൽമുളക്, മീഡിയം സൈസ് 2 സവോള എടുത്തിട്ടുണ്ട്. ഒരു 2 കറിവേപ്പില. ഇതേപോലെ ചുമന്ന് വരുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചച്ചുവ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ പപ്പടം ഒന്ന് പൊടിച്ച് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ മുട്ടയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരല്പം ഉപ്പ് പൊടി ഒന്നിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇതൊക്കെ നിർത്താം. നല്ല അപാര ടേസ്റ്റ് തന്നെ കേട്ടോ. വേറെ ഒരു കറിയും വേണ്ട.